നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ് 3 ആഴ്ച പിന്നിടും മുൻപേ വലിയ തോതിലുള്ള മുസ്ലിം വിരുദ്ധ അക്രമം അരങ്ങേറുകയാണ് പല സംസ്ഥാനങ്ങളിലും. ഹിന്ദുത്വവാദികൾ പലയിടത്തും അഴിഞ്ഞാടുന്നു. 6 പേരെങ്കിലും ആൾക്കൂട്ട ആക്രമണത്തിൽ ഇതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. രേഖപ്പെടുത്തിയ കണക്കുകളിൽ പലയിടത്തും വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങളും ഒപ്പം ഒറ്റപ്പെടുത്തലും ബഹിഷ്കരണാഹ്വാനങ്ങളും ഹെയ്റ്റ് സ്പീച്ചും നടക്കുന്നു. 3ാം തവണ അധികാരത്തിലേറിയ ശേഷവും നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ രാജ്യത്ത് ഇவ்விധത്തിൽ വർഗീയ ധ്രുവീകരണത്തിന്റെയും അക്രമങ്ങളുടെയും കഥ തന്നെയാണോ നാം തുടർന്നും കേൾക്കാൻ പോകുന്നത്? തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് മോദി സർക്കാരും മോദിയുടെ പാർട്ടിയും മോദിയും നിരന്തരമായി ആവർത്തിച്ച് പ്രസംഗിച്ച വിഭജന രാഷ്ട്രീയം പ്രയോഗതലത്തിൽ ഏറ്റെടുക്കുകയാണോ അതിൻ്റെ അണികൾ? ഇത് തിരുത്താൻ, തടയാൻ സർക്കാരിന് ഒരു ബാധ്യതയും ഇല്ലേ? ഒപ്പം വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ പോകുന്നു എന്ന് വാഗ്ദത്തം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഇന്ത്യയിൽ മൈനോറിറ്റി അഭിമുഖീകരിക്കുന്ന വലിയ അതിജീവന പ്രശ്നത്തെക്കുറിച്ച് നിശബ്ദത പാലിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മാത്രമായി പ്രതിഷേധത്തിന്റെ ശബ്ദം അവിടെ മാത്രമായി ചുരുങ്ങിപ്പോയത് എന്തുകൊണ്ടാണ്? സർക്കാരിനും പ്രതിപക്ഷത്തിനും ഈ മുസ്ലിം വേട്ടയിൽ ഒരുപോലെ ഉത്തരം പറയാനില്ലേ? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് PM നിയാസ്, കോൺഗ്രസ് നേതാവ്, ഡോക്ടർ A സമ്പത്ത് CPIM-ൽ നിന്ന്, മിഥുൻ വിജയകുമാർ വലത് നിരീക്ഷകൻ, സിവാഹി ചുള്ളിപ്പാറ SIOയുടെ പ്രതിനിധി എന്നിവരാണ് ഈ ചർച്ചയിൽ ഉള്ളത്. ആദ്യം മിഥുൻ, നോക്കൂ, ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് നടക്കുന്ന 6ഓളം കൊലപാതകങ്ങൾ, മറ്റക്രമങ്ങൾ തുടങ്ങിയവ നിരന്തരമായി നമ്മൾ ഒരേ സ്വഭാവത്തിലുള്ളവ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ, മുസ്ലിം കമ്മ്യൂണിറ്റിയെ ലക്ഷ്യം വെക്കുന്ന വിധത്തിൽ ഗവൺമെൻറ് ഈ കാര്യത്തിൽ സംസാരിക്കാനും ഇത് തടയാനുമുള്ള പ്രത്യേക ബാധ്യതയുണ്ട് എന്ന് താങ്കൾ വിചാരിക്കുന്നോ? നിഷാദ്, നമ്മുടെ രാജ്യം ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമല്ല പോളറൈസ് ആയത്. ഇതിനു മുമ്പും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ എന്തുകൊണ്ടോ ഒരു കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രശ്നങ്ങൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു, മറ്റൊരു കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രശ്നങ്ങളെ അധികം ചർച്ച ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചർച്ചയെ ചെയ്യുന്നില്ല. പ്രത്യേകിച്ചും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ചർച്ച ചെയ്യുന്നേയില്ല. ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ, മോദി ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ ഹിന്ദു പക്ഷത്തിനോടൊപ്പം നിൽക്കുന്നു എന്നൊരു തെറ്റിദ്ധാരണ പലപ്പോഴും ഉള്ളതുകൊണ്ട് ഈ ഒരു സർക്കാർ ഭയങ്കരമായിട്ട് സ്ക്രൂട്ടിനി ചെയ്യപ്പെടുന്നുണ്ട്. ഒരു മീഡിയ സ്ക്രൂട്ടിനിക്ക് വിധേയമായ ഒരു സർക്കാരാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇത്രയധികം മീഡിയ സ്ക്രൂട്ടിനി നേരിടുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലെയും ഒരു മോദിയിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കൾച്ചർ അതിനോടൊപ്പം വളർന്നു വരുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല, ഏതൊരൊറ്റപ്പെട്ട സംഭവം നടന്നു കഴിഞ്ഞാലും നരേന്ദ്രമോദിയിലേക്ക് അതിനെ ആട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ എവിടെ UP എന്ത് സംഭവിച്ചാലും അതിനെ മോദി മറുപടി പറയണം എന്നൊരു ആട്രിബ്യൂഷൻ. മിഥുൻ പറയുന്ന മീഡിയ സ്ക്രൂട്ടിനി മോദിയുടെ കാര്യത്തിൽ കേരളത്തിൽ നടക്കുന്നതല്ലേ, ഇന്ത്യയിലല്ലോ? അല്ലല്ല, ഞാൻ പറയട്ടെ, നിഷാദ് പറയുന്ന ഒരു മോബ് ലിഞ്ചിങ് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രം കൊല്ലുന്ന അല്ലെങ്കിൽ തെരഞ്ഞു പിടിച്ച് അവരെ ആക്രമിച്ച് അവരെ ഇല്ലാതാക്കുന്ന ഒരു സംസ്കാരം ഇവിടെ ഉണ്ട് എന്നാണ് നിഷാദ് പറയുന്നത്. പക്ഷേ മോബ് ലിഞ്ചിങ് ഡേറ്റയാണ് സംസാരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന് വന്നതിന് ശേഷം ഈ പറയുന്ന പശുരക്ഷാ ഗൂണ്ടകൾ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനം എത്രയോ ഇരട്ടി കൂടിയെന്നാണ് ഡേറ്റ പറയുന്നത്. അപ്പം BJP നേതാക്കൾ BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഹിന്ദു സന്യാസിനിമാർ ഇവരൊക്കെ നടത്തുന്ന ആയുധമെടുക്കൂ, മുസ്ലിങ്ങളെ കൊല്ലൂ ആഹ്വാനങ്ങൾ, വംശഹത്യ ആഹ്വാനങ്ങൾ, ഞാൻ പറഞ്ഞത്. അപ്പൊ അതിലേക്ക് കൂടുതൽ ഡാറ്റ പോയിന്റ്സ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് അതിനുള്ള റിബട്ടൽ ഞാൻ പറഞ്ഞോളാം. അപ്പം ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി സംസാരിക്കാൻ അറ്റ്ലീസ്റ്റ് നിഷാദിനെ പോലെയുള്ള ഈ CPM-ന്റെ പ്രതിനിധിയെ പോലുള്ള അല്ലെങ്കിൽ കോൺഗ്രസിനെ പോലുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ മറുവിഭാഗത്തിൽ നടക്കുന്ന കാര്യങ്ങളെ നിഷാദ് ഒരിക്കൽ പോലും ചർച്ച ചെയ്യില്ല. അതാണ് ഞാനിവിടെ പറയാൻ. ഇന്ത്യയിൽ എവിടെയാണ് ഹിന്ദു വിഭാഗത്തിനെതിരായിട്ടുള്ള, ഇന്ത്യയിൽ എവിടെയാണ് നരേന്ദ്രമോദി സർക്കാരിന് ഇപ്പോഴത്തെ അട്രോസിറ്റീസിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ചരിത്രത്തിലെമ്പാടും കലാപങ്ങളും നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് മടിയൊന്നുണ്ടായിട്ടില്ല മിഥുൻ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ മടിയുണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അതിലെവിടെയാണ് ഒരു മതത്തിന്റെ ഐഡന്റിറ്റിയിൽ? ഞാൻ ചോദിക്കുന്നത്, ഒരു മതം ഇതായി പോയതിന്റെ പേരിൽ മാത്രം ആക്രമിക്കപ്പെടുന്ന വേറെ ഏത് കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ? അല്ല, ഇത് മോബ് ലിഞ്ചിങ്ങിന്റെ ഒരു ഡെഫിനിഷൻ അങ്ങനെ ആക്കി മാറ്റേണ്ട നിഷാദ്. ഇവിടെ മോബ് ലിഞ്ചിങ് നടക്കുന്ന കേരളത്തിൽ ഇപ്പൊ നോക്കൂ, അശോക് ദാസ് എന്നൊരു അന്യസംസ്ഥാന തൊഴിലാളി അരുണാചൽ പ്രദേശുകാരനെ കേരളത്തിൽ തല്ലിക്കൊന്നു. രാജേഷ് മാഞ്ചി എന്നൊരു ബീഹാറുകാരനെ 36 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടോട്ടിയിൽ തല്ലിക്കൊന്നു. കോഴിക്കോട് കൊളത്തൂർ ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നു. അപ്പൊ മോബ് ലിഞ്ചിങ്ങിന്റെ ഡെഫിനിഷൻ താങ്കൾ വർഗീയവൽക്കരിക്കാൻ നോക്കരുത്. മോബ് ലിഞ്ചിങ് കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്. മോബ് ലിഞ്ചിങ് കൾച്ചർ ഇവിടെ വളർന്നു വരുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്നത്
അങ്ങനെ പറഞ്ഞു പോകല്ലേ? അതാ ഒരു ബീഹാറുകാരൻ ഹിന്ദു വന്നിരിക്കുന്നു കൊല്ലവനെ എന്ന മുദ്രാവാക്യത്തോട് കൊന്നതാണോ? അത് സെക്യുലർ കൊലപാതകമാണ്. അപ്പൊ അതാണ് സെക്യുലർ മോബ് ലിഞ്ചിങ്. അല്ല, മോബ് ലിഞ്ചിങ് പ്രശ്നമാണ് ഞാൻ പറയുമ്പോൾ. അതായത് മോബ് ലിഞ്ചിങ് പ്രശ്നമാണ്, മോബ് ലിഞ്ചിങ് പ്രശ്നമാണ്, മോബ് ലിഞ്ചിങ് പ്രശ്നമാണ്. പക്ഷേ അത് ഒരാൾ മുസ്ലിമായി പോയി എന്ന കാരണത്തിന് അയാളെ കൊല്ലുക എന്നത് ഇന്ത്യയിൽ നടപാടുകയാണ്. അല്ല, അത് താങ്കൾ നിരീക്ഷിക്കുന്നതിന്റെ പ്രശ്നമാണ്. താങ്കൾ ഒരു പ്രത്യേക നിരീക്ഷിക്കുന്നതിന്റെ അല്ല, എന്തിനാണ് കൊല്ലുന്നത്? നോക്കൂ, അവൻ പശുക്കളെ കൊണ്ടുപോകുന്നു കൊല്ലവനെ. അല്ല, നോക്കൂ, പശുക്കളെ കൊണ്ടുപോകുന്നു കൊല്ലവനെ. അവൻ എന്താ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ക്രിക്കറ്റ് ടീമിന്റെ വിജയത്തിൽ ആഹ്ലാദിക്കുന്നു കൊല്ലവനെ. ഞാൻ സംസാരിക്കുന്നത് അതിനെ കുറിച്ചാണ്. അങ്ങനെ ഒന്ന് കേരളത്തിൽ എവിടെയാണ്? അങ്ങനെ ഒന്ന് കേരളത്തിൽ എവിടെയാണ്? ഒരു ഹിന്ദു വന്നിരിക്കുന്നു കൊല്ലവനെ എന്ന പേരിൽ കേരളത്തിലെ കൊന്ന കഥ പറ. അല്ലല്ല, ഞാൻ പറയണോ വേണ്ടയോ? അല്ല, മിഥുൻ പറയുമ്പോ ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇങ്ങനെ പെരിഫറലായി പറഞ്ഞു ഓടി അങ്ങ് പോലെ. ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കാൻ സമ്മതിക്കും നിഷാദ്. എനിക്ക് കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട്. താങ്കൾ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചതിനോട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇവിടെ വയനാട്ടിൽ നടന്ന കുട്ടിയുടെ കൊലപാതകം അതൊരു മോബ് ലിഞ്ചിങ് കൾച്ചറിന്റെ ഭാഗമാണ്. ദ വയർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കേരള ഈസ് നോട്ട് ഇമ്മ്യൂൺ ടു മോബ് ലിഞ്ചിങ് കൾച്ചർ എന്ന്. അപ്പം മോബ് ലിഞ്ചിങ് എന്ന കൾച്ചറിനെ താങ്കൾ അങ്ങ് മാറ്റി വെച്ചുകൊണ്ട് ആ മോബ് ലിഞ്ചിങ് വളർന്നു വരുന്നു എന്ന് പറയുമ്പോൾ അതിലെല്ലാം പെടും. ഈ പറയുന്ന ഈ പശുവിനെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ മാത്രമുള്ള കൊലപാതകങ്ങളല്ല മോബ് ലിഞ്ചിങ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഇവിടെ പാൽഗഡ് സംഭവം അത് മോബ് ലിഞ്ചിങ് അല്ലേ? ഇവിടെ CAA വിരുദ്ധ സമരം നടക്കുമ്പോൾ രത്തൻലാൽ എന്ന ഹെഡ് കോൺസ്റ്റബിളിനെ ഒരു കൂട്ടം മുസ്ലിം യുവാക്കൾ ചേർന്ന് വെടിവെച്ച് കൊല്ലുന്നു, അത് മോബ് ലിഞ്ചിങ് അല്ലേ? അങ്കിത് ശർമ്മ എന്ന IB ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊല്ലുന്നു, അത് കൊന്നിട്ട് ഡ്രെയിനേജിലേക്ക് എറിയുകയാണ്, അതും മോബ് ലിഞ്ചിങ്ങിന്റെ ഭാഗമാണ്. കമലേഷ് തിവാരിയെ കൊന്നാൽ അതും മോബ് ലിഞ്ചിങ് ആണ്. ഈ രാജസ്ഥാനിലെ എന്താ പറയുക, കനയ്യാലാൽ, അദ്ദേഹത്തെ കൊന്നതും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ജിഹാദികളായിരുന്നു, അതും മോബ് ലിഞ്ചിങ് ആണ്. അതെന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? വികാസ് യാദവ് ഫത്തേപൂറിലെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വന്ന് അയാളെ തല്ലിക്കൊല്ലുകയാണ്, അതും മോബ് ലിഞ്ചിങ് ആണ്. മുർഷിദാബാദിലെ RSS പ്രവർത്തകന്റെ വീട്ടിൽ കയറി അയാളെയും അയാളുടെ ഭാര്യയും കുട്ടിയെയും കൊല്ലുന്നു, അതും മോബ് ലിഞ്ചിങ് ആണ് നിഷാദെ. പിന്നെ UP-യിലെ ഗംഗാരാം സിംഗ്, അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും ചർച്ച ചെയ്യില്ല. ആ പേരുകളൊന്നും നമ്മൾ ഒരിക്കലും കേൾക്കില്ല. നമ്മൾ എല്ലാ കാലത്തും കേൾക്കുന്നത് അഖലഖനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പേര് മാത്രമായിരിക്കും. അപ്പൊ ഇവിടെ മോബ് ലിഞ്ചിങ് കൾച്ചറിനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ അതൊരു വിഭാഗത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതല്ല. ഇത്രയും ഡേറ്റ മൈനിങ് നടത്തിയല്ലോ, മുസ്ലിം ആയിപ്പോയി. എന്താണ് ഈ മോബ് ലിഞ്ചിങ് എന്ന് പറയുന്നത്? കേരളത്തിൽ നല്ല, ഇന്ത്യയിൽ നല്ല, ലോകത്തെമ്പാടും മോബ് ലിഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട നമുക്ക് കേസ് സ്റ്റഡീസ് എടുക്കാൻ കഴിയും. പക്ഷെ ഞാൻ ചോദിക്കുന്ന, ഇന്ത്യയിൽ മുസ്ലിമാണ് കൊല്ലവനെ എന്ന ഒരു റീസൺ വെച്ചിട്ട് കൊന്നതിന്റെ കണക്കെടുക്കാൻ നമുക്ക് അതിൽ ഈ കൾച്ചർ അങ്ങനെ അങ്ങനെ കൂട്ടിപ്പെടുത്താൻ കഴിയില്ല. മുസ്ലിമാണ് എന്ന കാരണത്തിന്റെ പേരിൽ മാത്രം ആളുകളെ കൊല്ലുന്നതിന്റെ കണക്കെടുത്ത് ഇപ്പുറത്ത് വെച്ചാൽ നിങ്ങൾ ഇപ്പുറത്ത് വെക്കുന്ന തട്ടുമായിട്ട് ചേർന്ന് ഒരുമിച്ച് പോകുന്നില്ല എന്നതാണ് എന്റെ വാദം. താങ്കൾ ഇത് ചർച്ച ചെയ്യാനെങ്കിലും എടുക്കുന്നുണ്ടല്ലോ. ഒരു ഭാഗത്തുള്ള എക്സ്ട്രീമിസ്റ്റുകളെ താങ്കൾ എക്സ്പോസ് ചെയ്യുന്നുണ്ടല്ലോ. ആര് എക്സ്പോസ് ചെയ്യും നിഷാദെ? അതിന് പറ്റിയൊരു മീഡിയ കൾച്ചർ ചോദിക്കട്ടെ. അങ്ങനെയാണ്, ശരി, അപ്പുറത്തും ചില ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഇപ്പുറത്ത് പ്രതികളും ഉണ്ട്. ഈ പ്രതികൾക്ക് ആരാണ് ഇവിടെ സംരക്ഷണം കൊടുത്തിട്ടുള്ളത്? ഹിന്ദുക്കളെ കൊല്ലുന്ന ആളുകൾക്ക് രാഷ്ട്രീയ സംരക്ഷണം കൊടുത്തതാണ്. ഹിന്ദുക്കളെ കൊല്ലൂ എന്ന് ഇവിടെ ആരാണ് രാഷ്ട്രീയ ആഹ്വാനം നടത്തിയിട്ടുള്ളത്? നിങ്ങളല്ലാതെ, BJP അല്ലാതെ ആരാണ് ഈ കൊല്ലുന്നവർക്ക് രാഷ്ട്രീയ സംരക്ഷണം? അവരെ നമ്മൾ ഇല്ലാതാക്കണം, ആയുധമെടുക്കണം, വംശഹത്യ നടത്തണം. 2023 മാത്രം 100 BJP നേതാക്കൾ വംശഹത്യ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഗൂഢാലോചന സ്വഭാവമുള്ള, ആംസ് എടുക്കണം അടക്കമുള്ള പലതരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തിയതിന്റെ തെളിവ് ഹിന്ദുവിലൂടെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സന്യാസിനിമാർ പ്രസംഗിച്ച, അങ്ങനെ പ്രസംഗിച്ച അപ്പുറത്തെ ഉദാഹരണം ഏതാണ്? മോബ് ലിഞ്ചിങ്ങിന് ആളുകളെ ആഹ്വാനം ചെയ്യുന്ന, ആയുധമെടുക്കൂ കൊല്ലു അവരെ എന്ന് ഒരു പൊളിറ്റിക്കൽ സ്ലോഗൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പദ്ധതി വേറെ ഞാൻ ചോദിക്കുന്നത്, വളരെ ക്ലിനിക്കൽ പെർഫെക്ഷൻ ഉള്ള ഒരു പദ്ധതി വേറെ ആർക്കുണ്ട്? അല്ലല്ല, അമാനത്തുള്ള ഖാൻ അത് പറഞ്ഞാൽ ചർച്ചയാവില്ല, വാരിസ് പഠാൻ അത് പറഞ്ഞാൽ ചർച്ചയാവില്ല, അക്ബറുദ്ദീൻ ഒവൈസി അത് പറഞ്ഞാൽ ചർച്ചയാവില്ല. ഞാനിതിനെ 15 മിനിറ്റ് ഞങ്ങളൊന്ന് എന്താ പറയുക, പോലീസിനെ ഒന്ന് മാറ്റിത്താ, ഞങ്ങൾ കാണിച്ചു തരാന്നാ പറഞ്ഞത്. ഹിന്ദുക്കളുടെ സ്ട്രെങ്ത് എന്താന്ന് കാണിച്ചു തരാൻ അക്ബറുദ്ദീൻ ഒവൈസി പറഞ്ഞ കാര്യമാണത്. നമ്മൾ ഹിന്ദുക്കളെ വംശീയമായി ഉന്മൂലനം ചെയ്യണമെന്ന മട്ടിൽ BJP നേതാക്കളും സന്യാസിമാരും പറഞ്ഞതുപോലെ എവിടെ പറഞ്ഞു? അല്ല, 15 മിനിറ്റ് നേരത്തേക്ക് പോലീസിനെ മാറ്റിത്തരൂ, ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എവിടെ പറഞ്ഞു? അതിന്റെ വീഡിയോ വരെ കിടക്കുന്നുണ്ട്. ഹിന്ദുക്കളെ കൊല്ലാന്നാണ് ഒവൈസി പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലില്ല, വ്യാജം പറഞ്ഞ് നിങ്ങളുടെ ഒരു പോയിന്റ് സ്ഥാപിക്കാൻ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യണമെന്ന് പ്രസംഗിച്ച അതൊരു രാഷ്ട്രീയ പദ്ധതിയാണ്. ആ രാഷ്ട്രീയ പദ്ധതിയുടെ എന്താ പറയുക, പ്രായോഗിക തലമാണ് ഈ കാണുന്നത്. മറ്റൊരു സംഭവങ്ങളാണ്. നിങ്ങൾ പ്രസംഗിക്കുന്നു, നിങ്ങൾ നടപ്പിലാക്കുന്നു, നിങ്ങൾ പ്രസംഗിക്കുന്നു, നിങ്ങൾ നടപ്പിലാക്കുന്നു.
അമാനത്തുള്ള ഖാൻ ആം ആദ്മി പാർട്ടിയുടെ MLA അമാനത്തുള്ള ഖാൻ എന്താ അയാൾ പ്രസംഗിച്ചത്? നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഹിന്ദുക്കളെ, ഏത് അമാനത്തുള്ള ഖാനാണ് ഹിന്ദുക്കളെ വംശീയമായി ഉന്മൂലനം ചെയ്യണം, ആയുധം കയ്യിലെടുക്കൂ മുസ്ലിങ്ങളെ എന്ന് പ്രസംഗിച്ചത് ഏത് അമാനത്തുള്ള ഖാനാണ്? കഴുത്തറക്കണമെന്ന് MLA പറഞ്ഞതാണ് സാർ. എന്താണ് വെരിഫൈ ചെയ്യൂ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അമാനത്തുള്ള ഖാൻ അമാനത്തുള്ള ഖാൻ എന്തായിരുന്നു സ്റ്റേറ്റ്മെന്റ്? എന്തായിരുന്നു? ഈ ഒരു വിഭാഗത്ത് ഇവിടെ ഹിന്ദുക്കളുടെ കഴുത്തറക്കണം അല്ലെങ്കിൽ നാക്കരിയണം, പക്ഷെ അതിനുള്ള സംവിധാനം ഇവിടെ ഇല്ല, നമുക്ക് അതിന് പറ്റില്ല. ഹിന്ദുക്കളുടെ നാക്കരിയണം പറഞ്ഞിട്ടുണ്ട് സാർ. താങ്കൾ വേണമെങ്കിൽ വെരിഫൈ ചെയ്തോളൂ, ഞാൻ വെറുതെ പറയുന്നല്ലോ. ശരി, ഞാൻ സമ്മതിച്ചു. എന്റെ ചോദ്യം ഇതാണ് മിഥുൻ, അതായത് മുസ്ലിം ന്യൂനപക്ഷത്തെ നമ്മൾ പാഠം പഠിപ്പിക്കണം, ആക്രമിക്കണം, അവരെ ഉന്മൂലനം ചെയ്യണം എന്ന് ഉത്തരവാദപ്പെട്ട ഭരണകക്ഷിയുടെ നേതാവ് അല്ല, ഒരു പോയിന്റ് ഞാൻ പൂർത്തിയാക്കട്ടെ. ഭരണകക്ഷി നേതാക്കൾ അടക്കം പ്രസംഗിക്കുന്നു, അത് ഏറ്റെടുത്ത് അണികൾ തെരുവിലിറങ്ങുന്നു, അവരുടെ ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമിക്കുന്നു, എല്ലാ രാമനവമിയിലും ഹനുമാൻ ജയന്തിയിലും മസ്ജിദുകൾ ആക്രമിക്കപ്പെടുന്നു. ഇത് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ ഇതിന്റെ മുകളിൽ പ്രസംഗിക്കുന്ന ആളുകളെ കാണണം. അങ്ങനെ അപ്പുറത്ത് എവിടെയാണ് ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യണമെന്ന് ഒരു രാഷ്ട്രീയ പദ്ധതി പ്രസംഗിച്ചും ആസൂത്രിതമായി നടപ്പിലാക്കുന്ന എവിടെയാണ്? ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവാൻ താങ്കൾക്ക് കഴിയാഞ്ഞിട്ടല്ല. നേതാവ് ഉദയനിധി സ്റ്റാലിൻ എന്താ പറഞ്ഞത്? ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യണമെന്നല്ലേ? നിങ്ങൾ വ്യാജം കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കല്ലേ? എന്താണ് സനാതന ധർമ്മം താഴെ തട്ടുകാരനെ? ഏത് സനാതന ധർമ്മം ഹിന്ദുക്കളെ ഉന്മൂലനം? സനാതന ധർമ്മത്തെ വിശ്വസിക്കുന്ന ആളുകളില്ലേ? എന്താ അദ്ദേഹം പറഞ്ഞൊന്ന് കേൾക്കട്ടെ. സനാതന ധർമ്മം മലേറിയ പോലെയാണ്, അതിനെ തുടച്ചു നീക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് നിഷാദിന് പറയാൻ പറ്റുമോ? അല്ല, സനാതന ധർമ്മം താഴെ തട്ടുകാരനെ ചവിട്ടി മതിക്കുന്ന പരിപാടിയാണ് ദ്രാവിഡനായ അദ്ദേഹം. മറ്റ് വിശദീകരണങ്ങൾ കൊടുക്കണ്ട. അങ്ങനെ ഭാഗത്തുള്ള ഹേറ്റ് സ്പീച്ചിനെ നമുക്ക് ന്യായീകരിക്കേണ്ടി വരും. ന്യായീകരിക്കാൻ നോക്കുന്നത് ഞാൻ പറയുന്നത് എന്ന കാര്യമാണ്. അയാൾ ഹിന്ദുവല്ലേ? വിശ്വാസിയായ ഹിന്ദു ആണെങ്കിൽ എന്താ? അയാൾ ഹിന്ദു ആണെങ്കിൽ എന്താ? നിങ്ങളുടെ ഒരു ഓപ്പോസിഷന്റെ നേതാവല്ലേ? ഓപ്പോസിഷന്റെ നേതാവ് അയാൾ എന്താ പറഞ്ഞത്? സനാതന ധർമ്മം താഴെ തട്ടുകാരനായ ഹിന്ദുവിനെ താഴെ തട്ടിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഹിന്ദുവിനെ തീർക്കാനുള്ള പരിപാടിയാണെന്ന് അയാൾ പറയുന്നത്. അയാൾ ആ പ്രസംഗത്ത് പറയുന്നില്ല എവിടെയും. അങ്ങനെ ഒരു കാര്യം അദ്ദേഹം പറയുന്നില്ല. വിശദീകരണം കൊടുക്കുകയാണ്. നിങ്ങളുടെ വിശദീകരണം കോടതി നിങ്ങളുടെ വ്യാഖ്യാനം കോടതി അംഗീകരിച്ചില്ല. അദ്ദേഹത്തോട് പിന്നീട് അതിന്റെ വിശദീകരണം ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇങ്ങനെയാണ് അതിനെ എന്നെ മിസ്ഇന്റർപ്രറ്റ് ചെയ്തു, ഞാൻ പറഞ്ഞ കാര്യത്തൊക്കെ വളച്ചൊടിച്ചാണ് അദ്ദേഹത്തിന്റെ സ്പീച്ച് എടുത്ത് നോക്കിയാൽ അദ്ദേഹം പറഞ്ഞ കാര്യം അതല്ലേ? ഞാൻ ഈ രണ്ട് കൂട്ടരെയും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. ഞാൻ പറയുന്നത് ഹേറ്റ് സ്പീച്ച് എന്ന കോൺസെപ്റ്റിനെ നിങ്ങൾ ഒന്ന് എടുത്ത് പഠിക്കുകയാണെങ്കിൽ രണ്ട് ഭാഗത്തുള്ളതിനെ ഒരുപോലെ തന്നെ വിമർശിക്കൂ, അല്ലാതെ ഒരു ഭാഗം മാത്രം എന്താ നോക്കുന്നത്? ശരി, വാഹിച്ചുള്ളിപ്പാറ ഇത് കേൾക്കുന്നുണ്ടോ? അതായത് മുസ്ലിങ്ങൾക്കെതിരായി മാത്രമായി പ്രത്യേകമായ ഹേറ്റ് ക്രൈം നടക്കുന്നു എന്നതിലേക്ക് വർഗീകരിക്കാൻ നോക്കണ്ടെന്നാണ്. നിഷാദ്, ഞാൻ കേട്ടു. അത് പിന്നെ ഇവിടെ വലത് നിരീക്ഷകൻ എന്ന് പറയുന്ന സുഹൃത്ത് പറയുന്നത് അദ്ദേഹം സംഘപരിവാർ ബന്ധു ആയിരിക്കും തീർച്ചയായിട്ടും. ഒരു മിനിറ്റ് കൊണ്ട് എങ്ങനെ 100 നുണ പറയാം എന്ന് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവർ എന്നേ പറയാൻ നിർവാഹമുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്നിപ്പോൾ നമ്മൾ 2020 വേൾഡ് കപ്പിൻ്റെ ഒക്കെ ഒരു ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഗുജറാത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട് അവിടെ മുസ്ലിങ്ങളായിട്ടുള്ള കളിക്കാർ കളിക്കുമ്പോൾ ജയ് ശ്രീരാം എന്ന് ആക്രോശിക്കുകയും ആ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു സംഘർഷമുണ്ടാക്കുകയും അവിടെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു സൽമാൻ വൊഹ്റ എന്ന് പറഞ്ഞ ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ ഭാര്യ ഗർഭിണിയായിട്ടുള്ള ഒരു മനുഷ്യനെ പച്ചക്ക് അടിച്ചു കൊല്ലുകയുമാണ് ചെയ്യുന്നത്. ഇതൊരു സംഭവമല്ല. നരേന്ദ്രമോദി ഗവൺമെന്റ് മൂന്നാം വട്ടം വരുന്നതിന് ശേഷം മാത്രം 6 പേരെയാണ് മോബ് ലിഞ്ചിങ് എന്ന പേരിൽ നടക്കുന്ന മുസ്ലിം വിരുദ്ധ വംശീയാക്രമണങ്ങളിലൂടെ കൊന്നത്. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ 3 മുസ്ലിങ്ങളെയാണ് ഈ സംഘപരിവാർ ഹിന്ദുത്വ വംശീയവാദികൾ വധിച്ചു കളഞ്ഞത്. ഇവിടെ വലത് നിരീക്ഷകൻ എന്ന പേരിൽ അദ്ദേഹം പറഞ്ഞു അത് എക്സ്ട്രീമിസ്റ്റുകളായ ചിലരാണ് എന്ന്. അതേതോ ചിലരല്ല, അത് BJPയുടെ യുവജന വിഭാഗത്തിന്റെ ജില്ലാതല നേതാവ് ഉൾപ്പെടെയാണ് റായ്പൂരിൽ മുസ്ലിങ്ങൾ അടിച്ചു വന്നത് എന്ന് കാണാൻ കഴിയും. അലിഗഡിൽ 35 വയസ്സുള്ള ഒരു മുസ്ലിം സുഹൃത്തിനെ ഇവർ ഈ അടിച്ചു കൊന്നു. ഇത് എലക്ഷൻ, ഞാൻ പറയുന്നത് ഈ പുതിയ മോഡി സർക്കാർ വന്നതിന് ശേഷം മാത്രമുള്ള കണക്കുകളാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഛത്തീസ്ഗഡിലെ ദന്തേവാഡയിൽ ഒരു ക്രിസ്ത്യൻ വുമണെയും അവർ കൺവേർഷന്റെ പേര് പറഞ്ഞുകൊണ്ട് അടിച്ചു കൊന്നു. വ്യാപകമായി മുസ്ലിങ്ങളെ അടിച്ചു കൊല്ലുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ക്രിസ്ത്യൻ
ആയതിൻ്റെ പേരിലും ഒരാൾ അടിച്ചു കൊന്നതായി. ഇങ്ങനെ 6 പേരെയാണ് ഈ തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വന്നു അതിനുശേഷം മാത്രം BJPയുടെ പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടുന്നവർ അടിച്ചു കൊന്നത് നമുക്ക് കാണാൻ കഴിയും. തീരുന്നില്ല. മുസ്ലിങ്ങളെ അടിച്ചു കൊല്ലുക മാത്രമല്ല, മധ്യപ്രദേശിൽ ഒരു ഹിന്ദുത്വ വംശീയവാദി മുസ്ലിങ്ങൾക്കെതിരെ ആക്രോശിക്കുകയും അത് ലൈവ് ഇടുകയും ചെയ്യുകയും അതിൻ്റെ പേരിൽ ആ പ്രചാരണത്തിലൂടെ ഉണ്ടായ വിവാദത്തിലൂടെ മധ്യപ്രദേശിൽ മുസ്ലിങ്ങളായിട്ടുള്ള നിരവധി ആളുകളുടെ വീടുകളാണ് തകർത്തത് എന്ന് കാണാൻ കഴിയും. ഡൽഹിയിൽ തലസ്ഥാന നഗരിയോട് തൊട്ടടുത്തുകൊണ്ട് ഇതുപോലെയുള്ള ഒരു വംശീയമായ ക്യാമ്പയിൻ നടത്തുകയും 2 പള്ളികൾ ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷം മാത്രം 2 പള്ളികളാണ് ഭരണകൂടത്തിന്റെ സപ്പോർട്ടോടുകൂടി അത് തകർത്ത് കളഞ്ഞത് എന്ന് കാണാൻ കഴിയും. എന്ന് വെച്ചാൽ കൂട്ടമായ ഒരു വംശഹത്യയുടെ ഒരു പദ്ധതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഒട്ടും ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ വലതുപക്ഷ നിരീക്ഷകർ എന്ന് പറയുന്ന സുഹൃത്ത് പറയുന്നു അത് എല്ലാവർക്കുമെതിരെ നടക്കുന്നതാണ് എന്ന്. നിങ്ങൾ സത്യസന്ധമായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെ എല്ലാവർക്കും എതിരെയല്ല ഇവിടെ നടക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആസൂത്രിതമായി വംശീയത പ്രചരിപ്പിക്കുക, അതിനെ വ്യാപകമായി സർക്കുലേറ്റ് ചെയ്യുക, അതിനെ ഗ്രാമങ്ങളിലും മറ്റും പ്രചരിപ്പിക്കുക, അങ്ങനെ നഗരങ്ങൾ റോഡരികകളിൽ വെച്ച് വീടുകളിൽ വെച്ച് വ്യാപകമായി തല്ലിക്കൊല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഇന്ത്യയിലെ പ്രതിപക്ഷം, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞത് വലിയ പ്രതീക്ഷ, ജനാധിപത്യത്തിന്റെ പ്രതീക്ഷയെക്കുറിച്ചാണ്. പക്ഷേ വളരെ ഭീകരമായിട്ടുള്ള ഒരു മൗനമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം കാഴ്ചവെക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ന്യൂനപക്ഷങ്ങൾ എങ്ങനെയാണ് വളരെ ആസൂത്രിതമായ പദ്ധതിയിൽ ആക്രമിക്കപ്പെടുന്നത്, ഒപ്പം പ്രതിപക്ഷത്തിന്റെ മൗനത്തെക്കുറിച്ചാണ്. PM നിയാസ്, നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം മൈനോറിറ്റിയെ ലക്ഷ്യം വെച്ചിട്ടുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു എന്നാണ് എല്ലാ ഡേറ്റയും പറയുന്നത്, എല്ലാ പഠനങ്ങളും പറയുന്നത്. അതവിടെ നിൽക്കട്ടെ, അതൊരു പുതിയ കാര്യമല്ല സത്യത്തിൽ. പക്ഷെ അതിനോട് കുറച്ചുകൂടി ആരോഗ്യം കൈവരിച്ച പ്രതിപക്ഷം ശക്തമായ ഭാഷയിൽ സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഉണ്ടാവുന്നില്ല. രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ സ്പെസിഫിക്കായി വിഷയങ്ങളിൽ ഇടപെടും എന്ന് പ്രതീക്ഷിക്കുന്നു. അതും ഉണ്ടാവുന്നില്ല. സത്യത്തിൽ ഈ വിഷയത്തിൽ തൊടാൻ പ്രതിപക്ഷത്തിന്, കോൺഗ്രസിനടക്കം പേടിയാണോ? നിഷാദ്, അങ്ങയുടെ നരേറ്റീവ് എന്തുദ്ദേശമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ത്യയിലെ കോൺഗ്രസ് അത് മുസ്ലിമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ ഹൈന്ദവരോ അല്ലെങ്കിൽ പാസിയോ ബുദ്ധമില്ലാത്തവരോ അവർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. ഇന്ത്യയിൽ എല്ലാവർക്കും വേണ്ടി ഒരുപോലെ നീതിയും ഒരുപോലെ അവർക്ക് അവകാശങ്ങളും നൽകണമെന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് അങ്ങേക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇവിടെ സത്യത്തിൽ എൻ്റെ നാട്ടുകാരനാണ് മിഥുൻ സത്യത്തിൽ എനിക്ക് എങ്ങനെ എൻ്റെ നാട്ടിൽ ഇങ്ങനെ അദ്ദേഹം വളർന്ന് ഇങ്ങനെ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നു എന്ന് അത്ഭുതത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം ഞാൻ കേട്ടിട്ടുള്ളത്. ഇന്ത്യയിൽ 2014 മുമ്പും ഇന്ത്യയിൽ ഇതുപോലെ വിവിധ ജനങ്ങളുണ്ട്, അവർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത്രയേറെ അധികരിച്ചിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, നവഖാലി നമ്മുടെ എല്ലാം മനസ്സിൽ അന്ന് സ്വാതന്ത്ര്യ സമര കാലത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു കണ്ണീര് ഉപ്പുന്ന ചിത്രമായിരുന്നു. എന്തായിരുന്നു നവഖാലിയിൽ ഹൈന്ദവരും മുസൽമാരും തമ്മിലുണ്ടായിരുന്ന ഒരു വലിയ രീതിയിലുള്ള സംഘർഷം. ആ സംഘർഷം വന്നപ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസ് എന്താണ് ചെയ്തത്? ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയി ഹൈന്ദവരെയും മുസൽമാന്മാരെയും പരസ്പരം യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മിഷനറിയാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ കാലങ്ങളെ, ഇപ്പം എൻ്റെ ജില്ലയിൽ മാറാട് എന്തായിരുന്നു യഥാർത്ഥം? എൻ്റെ തുടക്കം ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ ഉണ്ടായ ഒരു ചെറിയ സംഭവം, അത് പർവ്വതീകരിച്ച് 2 വിഭാഗമായി അവിടെ പരസ്പരം ആളുകളെ വെട്ടി മുറിച്ച് കൊല്ലുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എന്താണ് ചെയ്തത്? UDF അവിടെ എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള നിലപാടെടുക്കുകയാണ് ചെയ്തത്. അതിനുവേണ്ടിയുള്ള മധ്യസ്ഥ സംവിധാനം ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണ്. ഒരു ജനാധിപത്യ ഗവൺമെൻറ് ചെയ്യേണ്ടത് അതുതന്നെയാണ്. എന്നാൽ 2014 ശേഷം ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഈ നരാധമമായ നിലപാടുമായി കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തേജനം നൽകുകയാണ്, അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്ത് ആളുകളുടെ മനസ്സിൽ ഈ മുസൽമാനെ കാണുമ്പോൾ ഹൈന്ദവരെ കാണുമ്പോൾ മുസൽമാനും പരസ്പരം ഭീതി തോന്നുകയാണ്, പരസ്പരം ശത്രുതയോടുകൂടി കൊല്ലാൻ തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് മൈത്രിക്ക് പകരം വിദ്വേഷം അങ്ങ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ ഉൽപ്പാദിക്കപ്പെടുന്നത് ഇന്ത്യക്ക് ഗുണമാണോ ഗുണമല്ലയോ എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിൽ. ഇന്ത്യക്ക് ഗുണമല്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ നിങ്ങൾ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സമയത്തും നൂഹിലെ അടക്കമുള്ള സംഘർഷങ്ങൾ അറിയാമല്ലോ. അതിനെ ഒരു സംഘർഷം എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം അത് ഏകപക്ഷീയമായ അക്രമങ്ങളാണ്.
ഓരോ ജയന്തിയുടെയും ഭാഗമായി മസ്ജിദുകൾ, മുസ്ലിം സ്ട്രക്ചറുകൾ ആക്രമിക്കപ്പെടുന്നത് നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലെ സംഗതികൾ അറിയാമല്ലോ, ഭരണകൂടം തന്നെ ബുൾഡോസർ കയറ്റിയത് അറിയാമല്ലോ, മധ്യപ്രദേശിലെ അറിയാമല്ലോ, UP-യിലെ അറിയാമല്ലോ. ഇപ്പോൾ ഇതാ ലോക്സഭാ ഇലക്ഷനിലെ ഈ സ്ലൈറ്റ് ഡിഫീറ്റിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? മുസ്ലിം മൈനോറിറ്റിയെ ആക്രമിക്കുകയാണ്, അവർ കൊല്ലപ്പെടുകയാണ്. എല്ലാവർക്കും വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നൊക്കെ പറയാനുള്ളത്. പക്ഷേ ഒരു പ്രത്യേക വിഭാഗം, ആ വിഭാഗത്തിന്റെ ഐഡന്റിറ്റിയുടെ പേരിൽ ആക്രമിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് മിണ്ടാട്ടമുണ്ടോ? അങ്ങനെ പറഞ്ഞു പോലെ എവിടെയാ നിങ്ങളുടെ ശബ്ദം? ഈ വിഷയത്തിൽ CPI-ന്റെ സെൻട്രൽ കമ്മിറ്റി ഗുരുതരമായ പ്രശ്നമാണിത്. ഇതിനകത്ത് നടപടി വേണം. അതായത് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായിട്ടുള്ള ആക്രമണം കൂടുതൽ ഷാർപ്പൺ ചെയ്യുന്നു BJP എന്ന് വളരെ കൃത്യതയുള്ള വർത്താനം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വർത്താനം എവിടെ? നിഷാദെ, നിങ്ങൾ അങ്ങ് പറഞ്ഞു പോവല്ല. ഇന്ത്യയിൽ ഞങ്ങൾ എടുക്കുന്ന ഒരു നിലപാട് അത് നിങ്ങൾ അംഗീകരിച്ചാൽ മതി. നിഷാദെ പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അങ്ങനെ പറഞ്ഞു പോവല്ല. ഇന്ത്യയിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട്, ആ നിലപാടിന് ഒരു പ്രത്യേകതയുണ്ട്. ഭൂരിപക്ഷ വർഗീയതയുമായി ഒരു ഭാഗം മുന്നോട്ട് പോകുമ്പോൾ വോട്ട് രാഷ്ട്രീയമല്ല ഞങ്ങൾ നോക്കുന്നത്. പൊതിഞ്ഞു കുറെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ സമഭാവന വേണം, എല്ലാവരും ഒരുമിച്ച് പോകണം, ഞങ്ങൾക്ക് ആരും പ്രത്യേകമായി അങ്ങനൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. ഒരു പ്രത്യേക വിഭാഗം അവരുടെ ഐഡന്റിറ്റിയുടെ പേരിൽ ആക്രമിക്കപ്പെടുമ്പോൾ നിങ്ങൾ മിണ്ടുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെ പറഞ്ഞു പോകല്ല. ഞാൻ വളരെ വ്യക്തമായി പറയാം നിഷാദെ, ഞാൻ ശബ്ദമുയർത്തി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നിഷാദ് മനസ്സിലാക്കേണ്ടത്. നിഷാദ് പറഞ്ഞു വരുമ്പോൾ ഇതിന്റെ എല്ലാം കുറ്റം കോൺഗ്രസിന്റെ തലയിൽ വെക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് ഇന്ത്യ രാജ്യത്ത് അധികാരം വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഇറക്കിയിരിക്കുന്ന ഒരു പ്രകടന പത്രികയുണ്ട്. ആ പ്രകടന പത്രികയിൽ അങ്ങൊന്നും കാണുന്നില്ല, നന്മ കാണുന്നില്ല. പക്ഷെ നരേന്ദ്രമോദി കണ്ടു. അവർ പറഞ്ഞത് ഇന്ത്യയിലെ കോൺഗ്രസ് ഇറക്കിയ പ്രകടന പത്രിക മുസ്ലിം ലീഗിന് വേണ്ടിയുള്ളതാണ്, മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ ചോദിക്കുന്ന മോദിയെ നിങ്ങൾ പറഞ്ഞോ? മോദി അതിന്റെ ആളാണ്. നിങ്ങളുടെ പൊസിഷൻ എന്താണ്? ഇങ്ങനെ അസഹിഷ്ണുത ഞാൻ ചോദിക്കുന്നത് CPM സെൻട്രൽ കമ്മിറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിരിക്കുന്നു. രാജ്യത്ത് ഈ 20 ദിവസത്തിനകത്ത് മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലായ അക്രമം വ്യാപിക്കുകയാണ്. ഇത് തടയേണ്ടതുണ്ട് എന്ന നിലപാട് കൺസേൺ ഒരു പാർട്ടി പങ്കുവച്ചു. നിങ്ങളുടെ കൺസേൺ എവിടെ? നിങ്ങളുടെ ട്വീറ്റ് എവിടെ? നിങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രസ്താവന എവിടെ? ഒരു മിനിറ്റ്, കേരളം മാത്രമുള്ള ഒരു പാർട്ടിയുടെ, അത് കേവലം ഒരു MP മാത്രമുള്ള ഒരു പാർട്ടി, കേരളത്തിലെ ഒരു MP മാത്രമുള്ള പാർട്ടിയെ വെള്ള അടിക്കണമെങ്കിൽ എന്റെ ചെലവിൽ വേണ്ട. ഞാൻ കൃത്യമായി പറഞ്ഞോട്ടെ നിഷാദെ, അങ്ങ് വെള്ളം അടിച്ചോ, എനിക്ക് വിരോധമില്ല. അങ്ങ് വെള്ള പൂശിക്കോ, എനിക്ക് വിരോധമില്ല. ഞാൻ പറയുന്ന പോയിന്റ്, ഞാനൊന്ന് നിഷാദ് എന്തിനാ ഇങ്ങനെ താങ്കൾ കാര്യം പറയാതെ കാര്യം നിങ്ങളുടെ പ്രകടന പത്രികയിൽ എന്താ ഉള്ളത്? നിങ്ങൾക്ക് അച്ചടിക്കാൻ പ്രയാസമുള്ള സംസാരിക്കുന്നത്. അങ്ങേക്ക് ഇത്ര അസഹിഷ്ണുത പാടില്ല. ഞങ്ങൾ പറയുന്നത് ഇവിടെ കോൺഗ്രസ് അതിശക്തമായ നിലപാടാണ് എടുക്കുന്നത്. ആ നിങ്ങൾ അങ്ങനെ പറഞ്ഞല്ല. ഇത് 2014 ശേഷം ഇത് 6 പേര് മാത്രമാണ് മരിച്ചിട്ടുള്ളത്. എത്ര പേര് മരിച്ചു? മണിപ്പൂരിൽ മാത്രമല്ല, ഈ ഗുജറാത്തിലുള്ള നരവേട്ട അതൊക്കെ ഉണ്ടായിരുന്നില്ലേ? ആരാണ് അതെല്ലാം പ്രതിരോധിക്കാനുണ്ടായത്? ആരാണ് മുന്നോട്ട് പോയത്? ഇപ്പോ നിങ്ങൾക്ക് മുസ്ലിം രാഷ്ട്രീയം അത് നിങ്ങളുടെ കൈകളിലേക്ക്, നിങ്ങളുടെ പ്രൊമോട്ടർമാരുടെ കൈകളിലേക്ക് വരുവാൻ വേണ്ടി നിങ്ങൾ തകർക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ മതേതരത്വത്തിന് വേണ്ടി വാദിക്കുന്ന കോൺഗ്രസിനെ ചെറുതാക്കിയാൽ കാലാകാലങ്ങളിൽ കോൺഗ്രസ് ആയിരുന്നല്ലോ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. കോൺഗ്രസ് എന്ത്? ഞാൻ ചോദിക്കുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ തമ്മിൽ എന്തിനാ വേറെ വലിയ സിദ്ധാന്തങ്ങൾ പറഞ്ഞ് തർക്കിക്കുന്നത്? ഇവിടെ 20 ദിവസത്തിനിടയ്ക്ക് ഇത്രയും പേർ സ്വന്തം രാഹുൽ ഗാന്ധി ചോദ്യം 20 ദിവസം മാത്രമാണോ? രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഇന്ത്യയിലെ ഏറ്റവും ഭീകരമായ അസഹിഷ്ണുതയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കട്ടെ, 2006 പേര് മാത്രമാണോ? 6 പേര് മാത്രമാണ് ഓരോ വേട്ടയിലും അത് അതിശക്തമായ നിലപാടെടുത്തത് കോൺഗ്രസ് ആണ്. ഏത് നിലപാടിനെ കുറിച്ച് ഒരു ഉദാഹരണം പറഞ്ഞോളൂ. ഞാൻ ഇരിക്കാം, ഒരു ഉദാഹരണം പറഞ്ഞോളൂ. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഈ രാജ്യത്തെ ഏറ്റവും ഭീകരമായ സംഗതി മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന ഈ അക്രമവും കൊലപാതകമാണ്. അയാൾ മിണ്ടിയില്ല. ഞാൻ ചോദിക്കുന്നത് അയാൾ മിണ്ടിയില്ലെന്നാണ്. നിഷാദേ, 3 ദിവസമേ ആയിട്ടുള്ളൂ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ട്. 3 ദിവസം കൊണ്ട് എല്ലാം അങ്ങ് പരിഹരിക്കാമെന്നാണോ? ഞങ്ങള് നിലപാടെടുക്കുന്നില്ല എന്നല്ല. അങ്ങേക്ക് ചില ദുഷ്ടലാക്കുണ്ട്. ആ ദുഷ്ടലാക്ക്
ഇന്ത്യയിലെ BJP-ക്കെതിരായി ന്യൂനപക്ഷ വേട്ടക്കെതിരായി അതിശക്തമായ നിലപാടെടുക്കുന്ന മതേതര പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെ തകർക്കുക. അത് തകർക്കുന്നത് അങ്ങ് നരേന്ദ്രമോദിയെ തുറന്നു വിട്ട് ഇവിടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷം രാഹുൽ ഗാന്ധി നീറ്റ് പരീക്ഷയെ കുറിച്ച് മിണ്ടുവെന്ന് പറഞ്ഞല്ലോ, ഹീറ്റ് വേവിനെ കുറിച്ച് മിണ്ടുവെന്ന് പറഞ്ഞല്ലോ, ട്രെയിൻ സുരക്ഷയെ കുറിച്ച് മിണ്ടുവെന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെയാണ് ആദ്യത്തെ 15 ദിവസത്തെ പദ്ധതി. അതിലെവിടെയാണ് മുസ്ലിം വിരുദ്ധ ഹൈറ്റ് ക്രൈംസ്? അതിലെവിടെയാണ് മുസ്ലിം വിരുദ്ധ ഹൈറ്റ് ക്രൈംസ്? മാത്രമല്ല, എന്ത് വിഷയമാണുള്ളത്? 3 ദിവസം കൊണ്ട് ഈ രാജ്യത്തെ നിരവധി വിഷയങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് മൈക്ക് ഓഫ് ചെയ്തത് അങ്ങ് കണ്ടല്ലോ. അവിടുത്തെ അദ്ദേഹത്തോട് എടുത്ത നിലപാട് കണ്ടിട്ട് 3 ദിവസം കൊണ്ട് നിലപാടെന്നൊക്കെ എന്താ പറ്റിയത്? നിലപാടെന്നൊക്കെ പറയും. ട്രെയിൻ സുരക്ഷാ പ്രശ്നം എടുക്കുന്നുണ്ട്, നിങ്ങൾ ട്രെയിൻ സുരക്ഷാ പ്രശ്നം എടുക്കുന്നുണ്ട്, നിങ്ങൾ നീറ്റ് പരീക്ഷ എടുക്കുന്നുണ്ട്. പ്രമോട്ടർമാരുടെ കാര്യം പറഞ്ഞാൽ ഞാനങ്ങ് വഴിമാറി പോകുന്നു വിചാരിക്കല്ലേ. ഇത് കേൾക്കൂ, നിങ്ങൾ നീറ്റ് പരീക്ഷ എടുക്കുന്നുണ്ട്, എടുത്തു എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ ട്രെയിൻ സുരക്ഷ എടുക്കുന്നുണ്ട്, നിങ്ങൾ ഹീറ്റ് വേവ് എടുക്കുന്നുണ്ട്, ഇതൊക്കെ എടുക്കാൻ പോവുകയാണ്, നിങ്ങൾ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് കൂടി വരുന്നു, എടുക്കാൻ പോവുകയാണ് എന്ന് പട്ടികപ്പെടുത്തിയല്ലോ. അതിലെവിടെയാണ് മൈനോറിറ്റീസ് ഐഡന്റിറ്റിയുടെ പേരിൽ ആക്രമിക്കപ്പെടുന്നത്? ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണമാണ്, അത് മതേതരത്വത്തിന് ഭൂമിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഞങ്ങളെ ചെറുതാക്കി കാണിക്കുവാൻ, ഞങ്ങളെ എത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത്? നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത്? എന്താണ് അജണ്ട? നിങ്ങളുടെ അജണ്ട എന്താണ്? നിങ്ങളുടെ നരേറ്റീവ് എന്താണ്? മതേതരത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയെ ഇകഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഉണ്ടാവുന്നത് അല്ല. ശക്തമായ നിലപാട് താങ്കളെങ്കിലും എടുക്കുന്നുണ്ടല്ലോ. താങ്കൾ കോൺഗ്രസ് നേതാവ് നിലയ്ക്ക് ഞാൻ അംഗീകരിക്കുന്നു. സമ്പത്ത് ഇവിടെ നരേന്ദ്രമോദി ഭരണത്തിന് കീഴിലുണ്ടാവുന്ന ഡിവിസീവായിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഹെയ്റ്റ് സ്പീച്ചസ്, ഹെയ്റ്റ് ക്രൈംസ് പുതിയ കാര്യമല്ല, അത് കൂടുന്നു എന്നതാണ്. പക്ഷെ അതിനെ പ്രതിരോധിക്കാൻ ഇതാ കുറച്ചുകൂടി ശക്തമായിരിക്കുന്നു പ്രതിപക്ഷ നിര എന്നൊക്കെ ആശ്വസിക്കുമ്പോഴും ആ പ്രതിപക്ഷ നിരയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായിട്ട്, അജണ്ടയിൽ ഒന്നാമത്തേതോ രണ്ടാമത്തേതോ ആയിട്ട് മനുഷ്യന്റെ അതിജീവന പ്രശ്നം വരുന്നില്ലല്ലോ. നിഷാദെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനിപ്പോൾ ഇതിൽ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ചങ്ങാതിമാരുമായിട്ട് അല്ലെങ്കിൽ ആങ്കർ എന്ന നിലയിൽ നിഷാദുമായിട്ട് എന്തെങ്കിലും ഒരു തർക്കത്തിനല്ല, വാദപ്രതിവാദത്തിനല്ല. സ്വാഭാവികമായും ഇവിടെ ഇപ്പോൾ BJP-യുടെ സഹയാത്രികനായി പങ്കെടുത്തിട്ടുള്ള ചങ്ങാതിക്കും കോൺഗ്രസിൻ്റെ വക്താവിനും ഒക്കെ തന്നെ സ്വാഭാവികമായും അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. ഞാൻ വളരെ രാഷ്ട്രീയമായി ടു മച്ച് പൊളിറ്റിക്കലായിട്ട് പോകാതെ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ 2018 ആണ്ട് ജൂലൈ 17-ാം തീയതി ഇന്ത്യയുടെ സുപ്രീം കോടതി സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചു. ആ വിധി പുറപ്പെടുവിച്ചത് തഹ്സീൻ എസ് പൂനവാല വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലാണ്. ആ കേസിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ഇത്തരത്തിലുള്ള ഇപ്പോൾ നിഷാദ് സൂചിപ്പിച്ചതുപോലുള്ള ഹേറ്റ് സ്പീച്ച് മുതൽ മോബ് ലിഞ്ചിങ് വരെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സുപ്രീം കോടതി പരിശോധിച്ചു. അങ്ങനെ സുപ്രീം കോടതി പരിശോധിച്ചു. വളരെ കർക്കശമായി, അർത്ഥശങ്കയ്ക്കിടയില്ലാതെ തന്നെ ആ ജഡ്ജ്മെൻറ്റിനകത്ത് ഇത് എങ്ങനെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള ജഡ്ജ്മെൻറ്റ് അതിനകത്ത് പറഞ്ഞു. അത് അപലപിക്കുകയായിരുന്നു വളരെ രൂക്ഷമായ ഭാഷയിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി സമീപകാലത്ത്, കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ കാലത്താണ് എന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ അതിൽ ഈ എങ്ങനെയാണ് ഇത് തടയാൻ കഴിയുക, ഇതിൻ്റെ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സത്യസന്ധമായി നടത്തിക്കൊണ്ടു പോകാൻ കഴിയുക, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതിൽ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഇത്തരത്തിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനത്തിന് പോലും ഭീഷണിയാണ് എന്നുള്ളതും ഇതിനൊരു മെക്കാനിസം സ്ഥിരമായിട്ട് വേണം ഇത് തടയുന്നതിന്. ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു കത്ത് കൂടി വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ കത്ത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സഹമന്ത്രി ശ്രീമതി അനുപ്രിയ പട്ടേൽ ഇന്നലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിക്ക് എഴുതിയതായി പുറത്തു വന്നിട്ടുള്ള കത്താണ്. ആ കത്തിൽ നമ്മുടെ യൂണിയൻ സഹമന്ത്രി ശ്രീമതി അനുപ്രിയ പട്ടേൽ പറയുകയാണ്, മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ, അതിൽ മുസ്ലിങ്ങളും പെടും, മറ്റു പിന്നോക്ക വിഭാഗങ്ങളും പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ഉൾപ്പെടെയുള്ളവർക്കെതിരായി വിവേചനപരമായി ഉത്തർപ്രദേശിലെ സർക്കാർ പെരുമാറുന്നു എന്നുള്ളതാണ്. ഇന്ത്യ ഗവൺമെൻറ് നേതൃത്വം നൽകുന്നത് BJP ആണ്.
ഉത്തർപ്രദേശിലെ സർക്കാർ BJP-യുടേതാണ്. BJP-യുടെ സഖ്യകക്ഷി നേതാവ് തന്നെയാണ് ഈ മന്ത്രി. അവർ തന്നെ ഈ കത്തെഴുതിയിരിക്കുകയാണ്. സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ, ഈ മോബ് ലിഞ്ചിങ്ങിൻ്റെ കാര്യത്തിൽ IPC 302, അതിന് പേരൊക്കെ മാറ്റി 3 നമ്മുടെ ക്രിമിനൽ നിയമസംഹിതകൾ 3ആയി പൂതായി, അത് വലിയ ചർച്ചകളൊന്നും പാർലമെൻറ്റിൽ ഇല്ലാതെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ പരിശോധന പോലും കാര്യമായി നടത്താതെയെല്ലാം കൊണ്ടുവന്ന് അഭിഭാഷകരായ ഞങ്ങളുടെ തലയിലേക്കെല്ലാം ജുഡീഷ്യറിയുടെ മേലും അടിച്ചേൽപ്പിക്കപ്പെട്ടതുപോലെ വന്നിട്ടുണ്ട്. എങ്കിലും 153A IPC 302 IPC ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ സുപ്രീം കോടതി പറഞ്ഞത് ജീവപര്യന്തം തടവ് മുതൽ വധശിക്ഷ വരെ നൽകേണ്ടതാണ്. ഇന്നിപ്പോൾ നിഷാദ് ഈ ചർച്ചയ്ക്ക് ഈ വിഷയം എടുക്കുമ്പോൾ വാർത്തയിൽ വന്നിട്ടുള്ളൊരു കാര്യമുണ്ട്. ആ വാർത്തയിൽ വന്നിട്ടുള്ള കാര്യം എന്നുള്ളത് ഉത്തർപ്രദേശിൽ തന്നെ നടന്നതായ ഒരു സംഭവത്തെ സംബന്ധിച്ച് ഹാപൂർ ജില്ലാ സെഷൻസ് കോടതി 10 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചതുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടുന്നതായ കാര്യം, മുഹമ്മദ് അഖ്ലാഖിൻ്റെ കാര്യം പറയുമ്പോൾ ചില ആളുകൾക്ക് വല്ലാതെ വേദന വരുന്നു എന്നുള്ളത് മുഹമ്മദ് അഖ്ലാഖ് കൊല്ലപ്പെട്ടത് കൊണ്ടല്ല. അത് പറയുമ്പോൾ അവർക്ക് നോവുന്നുവെങ്കിൽ മനസാക്ഷി ഇപ്പോഴും അവരുടെ എവിടെയോ ശരീരത്തിൻ്റെ ഭാഗത്തുണ്ട് എന്നുള്ളത്, അത് തുടിക്കുന്ന ജീവനോടെ ഇരിക്കട്ടെ, ലെറ്റ് ഇറ്റ് ബി എലൈവ് ആൻഡ് കിക്കിംഗ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതെല്ലാം തന്നെ കാലിക്കടത്തുമായി ബന്ധപ്പെട്ടെന്നും അതല്ല, അവരുടെ ഭവനങ്ങളിൽ ബീഫ് അങ്ങനെ ഗോമാംസം സൂക്ഷിച്ചു എന്നുമൊക്കെയുള്ള അത്തരത്തിലുള്ള കുപ്രചരണങ്ങളിൽ നിന്നാണ്. എന്ന് വെച്ചാൽ എന്താണ് നിഷാദേ? ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. നമ്മളിവിടെ ഈ ഒരു വിഷയത്തെ ഹിന്ദു വേഴ്സസ് മുസ്ലിം എന്നുള്ള നിലയിലേക്ക് മാത്രമായി ആരും ചുരുക്കേണ്ടതില്ല. ഇവിടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടേതായ കണക്കുകളുണ്ട്. ആ കണക്കുകൾ വെച്ചു തന്നെ ഇപ്പോൾ നമ്മൾ ഈ 6 പേരുടേത്, പുതിയ ലോക്സഭ 18ാം ലോക്സഭ നിലവിൽ വന്ന് 6 ദിവസം പോലും നേരെ ചൊവ്വേ സമ്മേളിച്ചിട്ടില്ല. 2 ദിവസം സത്യപ്രതിജ്ഞയായിരുന്നു. അതിനിടയിലാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളതിൻ്റെ കണക്കുകൾ വന്നിട്ടുള്ളത്. ശരാശരി ഒരു ദിവസം ഒന്നെന്നല്ല, അതിനപ്പുറമുള്ളത് വന്നത്. എങ്ങനെയായിരുന്നു ഈ ആക്രമണങ്ങൾ, ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ അങ്ങനെ കൊല്ലപ്പെട്ടവരുടെ അംഗസംഖ്യ? ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ്, 50%, അതിനും അപ്പുറം. ശരി, ഹിന്ദു മതവിഭാഗങ്ങളിൽപ്പെട്ടവർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരാണ്? പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരുമാണ്. പിന്നെ കുറേ പേർ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരുമാണ്. ഈ കണക്കുകൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യത്തിൽ വീട്ടിൽ ഇത്തരത്തിൽ ബീഫ് സൂക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ബീഫേ ആയിരുന്നില്ല. കാലിക്കടത്ത് എന്ന് ആരോപിച്ചത് അറവുശാലയിലേക്ക് കൊണ്ടുപോകാനാണ് എന്ന് പറഞ്ഞിട്ട് എന്തിനാണ്? അവരുടെ ഉപജീവന മാർഗം എന്നുള്ള നിലയിലേക്ക് ഇത്തരത്തിൽ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അതിനെ കൊണ്ടുപോയി വിൽക്കുന്നു. അത് കറവയുള്ളതാണെങ്കിൽ അത് കറന്ന് ജീവിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ അവരാരും നിയമം ലംഘിച്ചവരല്ല, അത്തരത്തിൽ നിയമനിഷേധികളുമല്ല, പക്ഷേ അവർ കൊല്ലപ്പെടുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് മറ്റ് ചില മാനങ്ങൾ നൽകുന്നതിന് വേണ്ടി ഒരുപക്ഷെ BJP നേതാക്കൾ പരിശ്രമിച്ചു. നിർത്തുന്നതിന് മുമ്പ് ഞാൻ അവസാനമായിട്ടാണല്ലോ ഇതിലേക്ക് കടന്നു വന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെ നിഷാദ് തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി. ഞാൻ ഇനി അധിക സമയമില്ലാത്തത് കൊണ്ടാണ് ഇത് മുഴുവൻ ഇവിടെ ഇങ്ങനെ വായിക്കാത്തത്. കഴിഞ്ഞ യൂണിയൻ മന്ത്രിമാർ ചില ആളുകൾ അങ്ങനെ പരോളിൽ ഇറങ്ങിയ പ്രതികളെ സ്വീകരിക്കാനായി പോയത് ഓർമ്മയുണ്ടല്ലോ. മറ്റൊരു നേതാവ് ഇത്തരത്തിൽ അവർക്കെതിരായി കൊലപാതകം നടത്തിയാലും കുറ്റമില്ല എന്ന്. ഞാനിപ്പോൾ ഇനി ആ നേതാവിൻ്റെ പേരെല്ലാം ഞാൻ ഇതിൽ കൂടി വായിക്കണ്ടല്ലോ. ഇപ്പോൾ നേരത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് 2 കോടി രൂപ വിലയിട്ടതായിട്ടുള്ള RSS നേതാവ് മധ്യപ്രദേശിലുള്ളത്, ഞാനതും ഇവിടെ ഇനിയിപ്പോൾ ഈ ആ മനുഷ്യൻ്റെ പേര്, മനുഷ്യനെന്ന് പറഞ്ഞോട്ടെ, ഒന്നും പേരൊന്നും ആവർത്തിക്കുന്നില്ല. ഒരു മന്ത്രി പറഞ്ഞതാണ്, തീവ്രവാദികളെക്കാൾ ഇവരെ സൂക്ഷിക്കണം, നേരിടണം. എന്തുകൊണ്ട്? തീവ്രവാദികൾ 3-4 ആളുകളെയായിരിക്കും ചിലപ്പോൾ കൊല്ലുക. അതിനേക്കാൾ ക്രൂരമാണ് ഈ ഗോവധവുമായി ബന്ധപ്പെട്ട്, കാലിക്കച്ചവടവുമായി ബന്ധപ്പെട്ട്, ഗോമാംസം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ നമ്മുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയാണ്. ഇതാണ് പറഞ്ഞത്. ശരി, ഇവിടെ ചർച്ചയിൽ സാന്ദർഭികമായി ഞാനിപ്പോൾ എല്ലാ മതവിശ്വാസങ്ങളെയും ഒരു വിശ്വാസമില്ലാത്തവരെയും എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന ഒരാളാണ്. എൻ്റെ ബന്ധുമിത്രാദികളായിട്ടുള്ള ആളുകൾ വിവിധ ജാതിമത വിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്, വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരുമുണ്ട്. ഈ ഡോക്ടർ അംബേദ്കർ, നമ്മളിപ്പോൾ ഇവിടെ ചർച്ചയിൽ സാന്ദർഭികമായി വന്നതാണ്. തമിഴ്നാട്ടിലെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കാണ് വന്നത് അല്ലേ. ഈ നമ്മൾ മതവുമായി ബന്ധപ്പെട്ട്, ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് ഒക്കെ നമ്മൾ സനാതനധർമ്മത്തെക്കുറിച്ച്, ഈ സനാതനധർമ്മത്തെക്കുറിച്ച് നമ്മൾ ചർച്ച കൂടുതൽ വിശദമായി പിന്നീട് നടത്തുന്നത് നല്ലതായിരിക്കും. അങ്ങനെ സനാതനധർമ്മത്തിൻ്റേതായ ഉത്തുംഗ ശൃംഗങ്ങളിൽ വിരാജിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിനെതിരായി ആരെങ്കിലും പറഞ്ഞാൽ അവരെല്ലാവരും തന്നെ ദേശദ്രോഹികളാണ് എന്ന് മുദ്ര കുത്തുന്നവരും ഒരു കാര്യം, ഡോക്ടർ അംബേദ്കർ എന്താണ് പറഞ്ഞിരുന്നത് എന്നുകൂടി ഒന്നറിയണം. അല്ല, അങ്ങനെയാണ് എങ്കിൽ മഹാകവി കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീത ഇന്ന് എഴുതിയിരുന്നുവെങ്കിൽ ആശാൻ്റെ ജീവന് എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല.
Yes, തങ്ങൾ yes, പറയുന്നതാണ് ശരി, യെസ് തങ്ങൾ തീരുമാനിക്കുന്നതാണ് ശരി. യെസ് തങ്ങൾ പറയുന്നത് വേണം നിങ്ങളെല്ലാം കഴിക്കാൻ. ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ എന്ത് കഴിക്കണമെന്ന് വേഷമെന്ന്. ഞാൻ ഇവിടെ നിർത്തുന്നതിന് മുമ്പ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹേറ്റ് സ്പീച്ച് നടത്തിയിട്ടുള്ളത് ഇന്ന് പ്രധാനമന്ത്രിയായിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്. അതുകൊണ്ട് അതൊരു രാഷ്ട്രീയ പദ്ധതി എന്ന നിലയ്ക്ക് തന്നെ കാണേണ്ടതുണ്ട്. അത് കേവലമായ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി നമുക്ക് സമീകരിക്കാൻ കഴിയുന്ന അല്ല എന്നാണ്. ചർച്ചയിലേക്ക് വീണ്ടും മിഥുൻ, ഇപ്പൊ നേരത്തെ താങ്കൾ തുടങ്ങി വെച്ചൊരു പോയിന്റ്, അതായത് രാജ്യത്ത് പലതരത്തിലുള്ള അക്രമങ്ങൾ നടക്കുന്നുണ്ട്, അതിൽ ചിലതിനെ മാത്രം പിക്ക് ചെയ്ത് അതിന് പ്രത്യേക പരിവേഷം കൊടുക്കുന്നതിന്റെ പ്രശ്നമാണ് എന്ന് താങ്കൾ മറുപടി പറയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കഴിഞ്ഞ വർഷം 2023 ഇന്ത്യയിലെ ഹേറ്റ് ക്രൈംസിനെ കുറിച്ച് ദ ഹിന്ദു ഒരു പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ അവരിപ്പോൾ കോൺസ്പിറസി തിയറീസിനെ കുറിച്ച്, വയലൻസിനുള്ള ആഹ്വാനത്തെക്കുറിച്ച്, ആയുധമെടുക്കാനുള്ള ആഹ്വാനം, ഇതിനെല്ലാം കണക്കുകളാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, അതായത് സ്പീച്ചസ് ബൈ BJP ലീഡേഴ്സ് എന്ന് വെച്ചാൽ കുഴപ്പമുണ്ടാക്കാനുള്ള പ്രസംഗങ്ങൾ 100 റെക്കോർഡ് ചെയ്യപ്പെട്ടത് BJP ലീഡേഴ്സിൻ്റെ ഈ വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ. ആയുധം എടുക്കാനുള്ള പ്രസംഗങ്ങൾ 93 ഉണ്ട്. അതിനകത്ത് സ്പീച്ചസ് ബൈ ഹിന്ദു റിലീജിയസ് ലീഡേഴ്സ് 93 പേരാണ് സൻസദുകളിലും മറ്റുമായി ഉന്മൂലനത്തിനും ഒപ്പം വംശഹത്യയ്ക്കുള്ള ആഹ്വാനം അടക്കം പ്രസംഗിക്കുന്നത്. റിലീജിയസ് ലീഡേഴ്സിൻ്റെ ഒക്കെ വിടാം. ഈ 100 BJP നേതാക്കൾ, കേന്ദ്രമന്ത്രിമാരായവർ പറയുന്നുണ്ട്, അവർ നടത്തുന്ന ഈ വംശഹത്യ ആഹ്വാനം, ഒരു പ്രത്യേക കമ്മ്യൂണിക്കെതിരായിട്ടുള്ള പ്രസംഗം, അതിനകത്തെങ്കിലും, ബാക്കിയൊക്കെ വിട്ടേക്കും, ബാക്കിയൊക്കെ സാധാരണ ക്രൈം എന്ന നിലയ്ക്ക് മാറ്റിവെച്ചാൽ വാദത്തിന്, ഇതിനകത്ത് BJP എന്തുമാത്രം റെസ്പോൺസിബിളായി ഇടപെട്ടിട്ടുണ്ട് ഇവരെയൊക്കെ റിവാർഡ് ചെയ്യുക അല്ലാതെ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എവിടെയൊക്കെ ഇങ്ങനെ ഒരു ഹെയ്റ്റ് സ്പീച്ച് നടന്നു എന്നൊരു കാര്യം മുമ്പോട്ട് വന്നിട്ടുണ്ടോ അവിടെയൊക്കെ BJP ശക്തമായൊരു ആക്ഷൻ എടുത്തിട്ടുണ്ട് ഈ നേതാക്കൾക്കെതിരെ. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ നിഷാദ് വളരെയധികം എന്താ പറയുക, ഞാനെന്തോ കള്ളം പറയുന്ന പോലെയാണ് താങ്കളത് പറഞ്ഞത്, ഈ അക്ബറുദ്ദീൻ ഒവൈസിയുടെ ഹെയ്റ്റ് സ്പീച്ച്. അപ്പോൾ ഞാനത് കേൾപ്പിക്കാതെ പോയാൽ ഞാനെന്തോ കള്ളം പറഞ്ഞു എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. അതിന് മുമ്പുള്ള ഭാഗം എന്താണ്, ഏതാണ് കോൺടെക്സ്റ്റ്, ഏതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞുതരാം എനിക്ക്? അല്ല, എനിക്കതിന് ഹിന്ദി വലിയ പിടുത്തല്ലോ. നിങ്ങൾ 100 കോടിയാണ്, ഞങ്ങൾ 15 കോടിയേ ഉണ്ടാവുള്ളൂ. 15 മിനിറ്റ് നേരത്തേക്ക് പോലീസിനെ ഒന്ന് മാറ്റി വെച്ച് തരൂ, ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങളുടെ ശക്തി എന്താണ്. അത് ഹേറ്റ് സ്പീച്ചിന്റെ അതിന് മുമ്പ് പ്രസംഗിച്ചതോ പിൻപ് പ്രസംഗിച്ചതോ അല്ല. ഞാൻ ഇത്ര ഒരു കാര്യം ചോദിക്കുന്നത്, ഇതൊരു ഹേറ്റ് സ്പീച്ച് ആണോ അല്ലെങ്കിൽ ഹേറ്റ് സ്പീച്ചിന്റെ പെർവ്യൂവിൽ വരുന്ന കാര്യമാണോ? ഇതൊരു പബ്ലിക്കിനെ അഡ്രസ് ചെയ്യാണ്, ഹിന്ദു വിരുദ്ധ സ്പീച്ചാണ് നിഷാദ്. അതിന്റെ തുടക്കം മുതൽക്ക് മൊത്തം ഞാനിപ്പോ പ്ലേ ചെയ്ത് കാണിക്കണം ഇവിടെ. ആക്രമിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അല്ലല്ല, ഇവിടെ 2 മതങ്ങളെ പ്രത്യേകിച്ച് എടുത്ത് ആക്രമിക്കപ്പെടുന്നതിനെ കുറിച്ച്, അതിൽ നീതി നിഷേധിക്കപ്പെടുന്നതിനെ കുറിച്ച്, വർഗീയമായ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ആക്രമിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നീതി നിഷേധത്തെ കുറിച്ച് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, പോലീസിന് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് മാറ്റി തരൂ. അദ്ദേഹം 2 സമുദായത്തിൽപ്പെട്ട ആളുകളുടെ പോപ്പുലേഷനെ കുറിച്ച് പറയുന്നു. ഇത്ര ചെറിയ പോപ്പുലേഷൻ ആയിട്ടുള്ള ഞങ്ങൾക്ക് 15 മിനിറ്റ് നേരത്തേക്ക് നിങ്ങളൊന്ന് പോലീസിനെ മാറ്റി തരൂ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത് എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഇവിടെ ഹെയ്റ്റ് സ്പീച്ചിനെ ന്യായീകരിക്കുകയല്ല. താങ്കൾ പറയുന്ന പോലെ താങ്കൾക്ക് BJP നേതാക്കളുടെ പേരെടുത്ത് പറയാൻ പറ്റുന്നുണ്ടാവും, എനിക്കും അതുപോലെ തന്നെ മറുഭാഗത്ത് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഈ 2 പേര് ചെയ്യുന്നതും ഒരേപോലെ ഈക്വൽ ആയിട്ടുള്ള ഒരു ക്രൈമാണ് എന്ന് അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ താങ്കൾ അതിന് തയ്യാറല്ല. താങ്കൾ അവിടെയും പറയുന്നതാണ്, ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഈ എന്താ പറയുക, അല്ല, അത് അദ്ദേഹം പോലീസിനെ മാറ്റി തരുമോ എന്ന് പറയുന്നതിന്റെ ഒരു പ്രത്യേക പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കി. ഈ മുസ്ലിം വിരുദ്ധ അക്രമങ്ങൾ നടന്നപ്പോൾ പലപ്പോഴും പോലീസ് അതിന് സംരക്ഷണം നടത്തിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അത് വരുന്നത്. ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കാനോ അദ്ദേഹത്തിന്റെ പക്ഷം പിടിക്കാനോ അല്ല, വളരെ സന്ദർഭത്തെ അടർത്തിയെടുത്തുകൊണ്ട് വലതു നിരീക്ഷകൻ അത് വെക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ്. എന്റെ പോയിന്റ് ഇതാണ്. ഞാനിപ്പോ അസദുദ്ദീൻ ഒവൈസി നടത്തുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റിനെയും പിന്തുണയ്ക്കുന്ന ഉത്തരവാദിത്വം എനിക്കില്ല. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, അസദുദ്ദീൻ ഒവൈസി നടത്തുന്ന സ്റ്റേറ്റ്മെന്റിനെ പിന്തുണയ്ക്കേണ്ട ബാധ്യത എനിക്കില്ല. പക്ഷെ പറയുന്ന കോണ്ടെക്സ്റ്റ് ഏതാണെന്ന് കൂടി ചോദിക്കുകയാണ്. താങ്കൾ അത് സൗകര്യം ഒഴിവാക്കുകയാണ്. അതായത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി വർഗീയമായ ആശയത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുകയാണ്. ആക്രമിക്കപ്പെടുന്നതിന് പോലീസ് എല്ലാ പിന്തുണയും ചെയ്തു കൊടുക്കുകയാണ്. ഓക്കെ, അതിന് അദ്ദേഹം സ്വീകരിക്കുന്ന മറുപടി ലൈൻ കുഴപ്പം പിടിച്ചാണ്, എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ സംസാരിക്കുന്ന കോണ്ടെക്സ്റ്റ് ഏതാണ്? അതായത് ഒരു കാര്യമില്ല, നമ്മൾ ഒരു കാര്യവുമില്ലാതെ 100 കോടി വരുന്ന ആളുകളെ ആക്രമിച്ചില്ലാതാക്കണം എന്നല്ല പ്രസംഗം. ഞാൻ പറയാൻ ശ്രമിക്കുന്ന പോയിന്റ് ആണ്. അതായത് ഈ വയലൻസിനോടുള്ള അസദുദ്ദീൻ ഒവൈസിയുടെ കൗണ്ടർ സ്ട്രാറ്റജി കുഴപ്പമാണ്, എനിക്ക് തർക്കമില്ല. പക്ഷെ അക്ബറുദ്ദീൻ ഒവൈസി അതിനകത്ത് അക്ബറുദ്ദീൻ ഒവൈസി അതിന് മറുപടി പറയാൻ ശ്രമിക്കുന്ന പോയിന്റ് സമീപനത്തിൽ പ്രശ്നമുണ്ട്. പക്ഷെ നിങ്ങൾ ആ ഇഷ്യൂ പറയില്ല എന്നാണ് എന്റെ പോയിന്റ്. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന 100 BJP നേതാക്കൾ, അവരിൽ എത്ര ആളുകൾ കേന്ദ്രമന്ത്രി, താങ്കൾ നടപടിയെടുത്തു എന്ന് പറഞ്ഞു,
അല്ല എത്ര BJP നേതാക്കൾ കേന്ദ്രമന്ത്രിമാരായി, MP മാരായി, MLA മാരായി? അതിനെയും കണക്കുണ്ട് ഇതിനകത്ത്. പറഞ്ഞോട്ടെ. യെസ്, ചോദ്യങ്ങൾ എന്നോടല്ലേ, അപ്പൊ ഞാൻ ചോദിച്ചാൽ അതിന് ഉത്തരം പറയട്ടെ. താങ്കൾ കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞൊരു കാര്യം, ഇവിടെ രണ്ട് ഭാഗത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട രീതി ഇതല്ല. ഒരു ഭാഗത്തെ ന്യായീകരിച്ചുകൊണ്ട്, അസദുദ്ദീൻ ഒവൈസിയെ ന്യായീകരിച്ചുകൊണ്ട് BJP നേതാക്കളെ കുറ്റം പറയുന്നതല്ല അതിനോട് എടുക്കേണ്ട നിലപാട്. ഇവിടെ തഹസീൻ പൂനാവാലയുടെ ഒരു കേസ്, ഹിന്ദുത്വ വയലൻസിനോട് സ്വീകരിക്കേണ്ട സമീപനം, അതേപോലെ ഇസ്ലാമിക് വയലൻസിനോട് സ്വീകരിക്കേണ്ട സമീപനം ഈ പറയുന്ന ആക്രമണത്തിന്റെ അഭിപ്രായം. ഇസ്ലാമിക് വയലൻസ് രാജ്യത്തില്ല, അതൊരു നുണയാണ്, പെരും നുണ. ഹിന്ദുത്വ വയലൻസിനോട് ഇവിടുത്തെ സെക്യുലർ സൊസൈറ്റി സ്വീകരിക്കേണ്ടത് തിരിച്ചും ആക്രമണത്തിന്റെ ഇസ്ലാമിക് വയലൻസിനോടും സ്വീകരിക്കണം. അതാണ് എന്റെ നിലപാട്. ഞാൻ പറഞ്ഞത് ഇവിടെ ഇത്രയും നേരം സംസാരിച്ചപ്പോ ഹിന്ദുത്വ വയലൻസിനെ കുറിച്ച് സ്വീകരിക്കുന്നില്ല. മുസ്ലിം പേരിൽ എന്തെങ്കിലും അക്രമം നടന്നിട്ടുണ്ടെങ്കിലോ നടന്നിട്ടില്ലെങ്കിലോ പോലും ഇവിടെ വ്യാപകമായി നടപടി എടുക്കുന്നുണ്ട്, വീട് പൊളിച്ചു കളയുന്നുണ്ട്, UAPA ചുമത്തുന്നുണ്ട്, ഒക്കെ നടക്കുന്നുണ്ട്. നടക്കാത്ത അപ്പുറത്തേ ഉള്ളൂ. അല്ല ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്കെതിരെ UAPA ഇട്ടിട്ടുണ്ട് ഈ പറയുന്ന BJP നേതാക്കൾക്കെതിരെ? അപ്പുറത്ത് എമ്പാടും UAPA വീട് തകർക്കലും ഗുരുതരമായ കേസുണ്ട്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം താങ്കൾ കേൾക്കൂ, എന്നിട്ട് പറയാം. ഈ പ്രസംഗമൊക്കെ നമുക്ക് നടത്താം. ഇവിടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നൊരു മുദ്രാവാക്യമുണ്ട്, ഗുസ്താഖെ നബി കി ഏകി സജാ സർ തൻ സെ ജുദാ. അതായത് നബിയെ, അതായത് പ്രോഫറ്റിനെ നിന്ദിക്കുന്ന എന്തെങ്കിലും ഒരു വാചകം വന്നു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ശിക്ഷയേ ഉള്ളൂ, കഴുത്തറക്കുക എന്നത്. അത് ഉയർന്നു വന്നിട്ടുണ്ടോ ഇല്ലയോ? അത് എത്ര തവണ മീഡിയ വൺ ചർച്ച ചെയ്തു? ഈ മീഡിയ വണ്ണിൽ ഇരുന്ന് നിങ്ങൾ ഈ ഹിന്ദുത്വ എന്താ പറയാ തീവ്രതയെ ചർച്ച ചെയ്യുന്ന പോലെ എത്ര തവണ നിങ്ങൾ ഈ ഇസ്ലാമിക ചർച്ച ചെയ്യുന്നുണ്ട്? നിങ്ങളാണ് ഇതിനൊരു വർഗീയതയുടെ ആംഗിൾ കൊടുക്കുന്നത്. കാരണം നിങ്ങൾ ഒരു ഭാഗം വിസ്മരിച്ചുകൊണ്ട് മറുഭാഗത്തെയാണ് നിങ്ങൾ അതിനെതിരെ പ്രോപ്പർ ആക്ഷനും UAPAയും ഗുരുതരമായ വകുപ്പും വീട് പൊളിച്ചു കളയലും ഒക്കെ ഇവിടെ തകൃതിയായി നടക്കുന്നുണ്ട്. അപ്പുറത്തുള്ള ആളുകൾക്ക് ഒരു ആക്ഷനും പ്രത്യേകിച്ച് നടക്കുന്നില്ല. ഈ പറയുന്ന പോലെ ഓപ്പോസിഷൻ സംസ്ഥാനങ്ങളിലാണെങ്കിൽ പോലും ഹേറ്റ് സ്പീച്ചസ് വലിയ തോതിൽ വരുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഇവിടെ തഹസീൻ പൂനാവാലയുടെ കേസിന്റെ കാര്യം പറഞ്ഞല്ലോ. തഹസീൻ പൂനാവാല എന്റെ നല്ല സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം കൊടുത്ത കേസിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക പാർട്ടിയെക്കുറിച്ചോ അല്ല പറഞ്ഞത്. അദ്ദേഹം അസദുദ്ദീൻ ഒവൈസിയെയും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, അദ്ദേഹം BJP നേതാക്കളെയും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, അദ്ദേഹം മറ്റേത് നേതാക്കളെയും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു വിഷയത്തെ കോടതിയിൽ പ്രസന്റ് ചെയ്തത്. അപ്പോൾ അല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പാർട്ടിയെ അവിടെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയുള്ള കേസ് അല്ലാതെ അത് ഹേറ്റ് സ്പീച്ചിനെതിരെയുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു കേസാണ്. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞല്ലോ, കോഴിക്കോട് എൻ്റെ എന്താ പറയുക എൻ്റെ നാട്ടുകാരനായ മിഥുൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. താങ്കളുടെ നാട്ടിൽ ഒന്നാമത് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ നോർത്തിലാണ്. അപ്പോൾ ഇന്ത്യയുടെ സംസ്കാരം കുറച്ചുകൂടെ എനിക്ക് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടെന്ന് പറയാം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ നാട്ടിലും ഇതുപോലുള്ള വർഗീയതയെ ചെറുക്കുന്ന ചില ആളുകളുണ്ട്. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ബയസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡിനെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവർക്ക് ഒരു പക്ഷേ വലിയ തോതിൽ മീഡിയ റെപ്രസെന്റേഷൻ ഒന്നും കിട്ടുന്നുണ്ടാവില്ല, അവർക്ക് ഈ പറഞ്ഞ പോലെ മീഡിയ ഔട്ട്ലെറ്റ്സ് ഒന്നും ഉണ്ടാവില്ല പോയി പറയാനോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുപാട് നേതാക്കളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ബട്ട് അവരുടെ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടണമെന്ന ഒരു അവകാശം. നിയാസ്, ഇവിടെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ രാജ്യത്തിന്റെ പ്രശ്നമായതുകൊണ്ടാണോ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് പൊസിഷൻ എടുക്കാൻ കഴിയാത്തത്? നിഷാദ്, ഞാൻ എത്ര തവണ പറഞ്ഞു താങ്കളോട്, ഞങ്ങളുടെ നിലപാട് കൃത്യമാണ്. ന്യൂനപക്ഷങ്ങളെ അവർക്ക് പ്രയാസമുണ്ടാകും, അവരെ കൂടെ നിന്ന് മതേതരത്വം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ്. ഇവിടെ വർഗീയ ഫാസിസം ഭൂരിപക്ഷ വർഗീയതയെ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഹിന്ദു മതത്തെയല്ല, ഹിന്ദുത്വമാക്കി അത് രാഷ്ട്രീയമായി ആ രാഷ്ട്രീയം പൊളിറ്റിക്കലൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന BJPയുടെ നയങ്ങളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതിൽ ഞങ്ങൾ വെള്ളം ചേർക്കാൻ തയ്യാറല്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ മിഥുൻ പറഞ്ഞത്, ഈ നരേന്ദ്രമോദിയെ മീഡിയ സ്ക്രൂട്ടിനി എവിടെയാണ് നമ്മുടെ സുഹൃത്തിന് പറഞ്ഞത്? ഈ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളെയും വിലക്കെടുത്ത് മുന്നോട്ട് പോകുന്ന നിങ്ങളാണോ മാധ്യമ സ്ക്രൂട്ടിനി നിങ്ങൾ നടക്കുന്നതെന്ന് ഒരു കാര്യം തുറന്ന് പറയട്ടെ. ഇന്ത്യയിൽ 2014 മുമ്പും ശേഷവും, നമ്മൾ ക്രിസ്തുവിന് മുമ്പും ശേഷവും എന്നൊക്കെ പറയുന്ന പോലെ 2014 മുമ്പും BJPയുടെ ഭരണം ഉണ്ടായിരുന്നില്ലേ? BJPയുടെ ഏറ്റവും വലിയ നേതാവ് വാജ്പേയി ഭരിച്ചപ്പോൾ ഇവിടെ ഇത്ര വലിയ തീവ്രമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? ആശയവും നിങ്ങളുടെ സിദ്ധാന്തങ്ങളും ഒക്കെ ഒന്ന് തന്നെയായിരുന്നല്ലോ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്? ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന മതങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് മതങ്ങളെ ഹിന്ദു മതത്തെ ഒരു വിഭാഗത്തിൻ്റെ മതമാക്കി മാറ്റി മറ്റുള്ള മതങ്ങളെയെല്ലാം തീവ്രമായ നിലപാടെടുത്ത് അവരെ തകർക്കുവാനുള്ള ശ്രമം നടത്തി അങ്ങ് മുന്നോട്ട് പോകുന്ന നിലപാടുകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രോത്സാഹനമാണ് ഇവിടെ പ്രശ്നം.
ആ പ്രശ്നത്തിനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ നിഷാദ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു വെച്ചത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇന്ത്യയിൽ നിങ്ങൾ കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾക്ക് വില കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് 303 സീറ്റിൽ നിന്ന് നിങ്ങൾ 243 വന്നത്? നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഇത്രയും 2014 മുതൽ 10 കൊല്ലക്കാലം ഇതിങ്ങനെ ഉൽപ്പാദിച്ച് നിങ്ങളുടെ ഫാക്ടറിയിൽ നിന്നുണ്ടാക്കിയ ഉൽപ്പാദനത്തിന് അതിന് മാർക്കറ്റില്ലാതെ വന്നിരിക്കുന്നു എന്ന് ഒരു തിരിച്ചറിവെങ്കിലും ഈ 6 പേരുടെ കൊലപാതകത്തിലേക്ക് എത്തി നിൽക്കുന്ന സംഭവങ്ങളിൽ മാർക്കറ്റ് ഉണ്ടാകുന്നുണ്ടല്ലോ ആളുകളെ കൊല്ലാൻ ആളുകൾ വടിയായിട്ട് ഇറങ്ങുന്നത്. ഷനിയാസ്, നല്ല മാർക്കറ്റ് ഉണ്ട്, അതുകൊണ്ടാണല്ലോ ജനങ്ങൾ അത് പ്രയോഗവൽക്കരിക്കാൻ. പൊളിറ്റിക്കൽ പാർട്ടി ലീഡർഷിപ്പിന് ഇത്രയും ഒരു എന്താ പറയുക സ്പർദ്ധ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടും അതിന് മാർക്കറ്റ് ഇല്ല എന്നും വോട്ടിൽ നിന്ന് പിറകോട്ട് പോയി. ഇതിനകത്തൊരു കാര്യമുള്ളത്, ഈ ഗവൺമെന്റ് മൂന്നാം വട്ടം ഉറപ്പായിട്ടും അല്ല, ഈ NDAയുടെ 3ാം സർക്കാരിനെ കുറച്ചുകൂടി ഓഡിറ്റ് ചെയ്യാനും തിരുത്താനും പ്രതിരോധിക്കാനും ഒക്കെ പ്രതിപക്ഷം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചത് വെറുതെ ആണോ? എൻ്റെ നിഷാദെ, ഞാൻ 3 ദിവസം കൊണ്ട് നമ്മൾ ഈ രാജ്യത്തെ മുഴുവൻ പ്രശ്നങ്ങളും 3 ദിവസം കൊണ്ട് ഇവിടുത്തെ രാജ്യത്തെ 54 നിന്നും 102ലേക്കും പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാർക്ക് ചെയ്തതിനകത്ത് ഇതില്ല. നിങ്ങൾ ട്രെയിൻ സുരക്ഷ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നീറ്റ് പരീക്ഷ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഈ ചൂട് തരംഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾ കുഴപ്പമാണെന്ന് തന്നെയാണ്. അതിന് വേറെ തർക്കമില്ല. ഇന്ത്യ മുന്നണിയുടെ ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത് കോമൺ മാൻ അല്ലേ? സമ്പത്ത് സമയമില്ല. ഞാൻ പാർലമെന്റിൽ അംഗസംഖ്യയുടെ ബലത്തിൽ മാത്രമല്ല CPIM ഈ വിഷയങ്ങളെ ഏറ്റെടുക്കുന്നത്, CPIMുമായി ബന്ധപ്പെട്ട വർഗബഹുജന പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നതും അങ്ങനെ ജനങ്ങളെ അണിനിരത്തി നടത്തുന്ന പോരാട്ടങ്ങളും നിയമ പോരാട്ടങ്ങളും. ഞാനിത് പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ ഈ പറഞ്ഞ ഓരോ വാക്കിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. കർഷകരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആ വർഗ ഐക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നടത്തിയതായ പ്രക്ഷോഭം, ആ പ്രക്ഷോഭം BJPയുടെ തെറ്റായ ആ നടപടികളെ, നിലപാടുകളെ അത് തുറന്നു കാണിക്കാനും അത് തെരഞ്ഞെടുപ്പിലടക്കം അതിൻ്റേതായ അത് പ്രതിഫലനങ്ങൾ ഉണ്ടായി. ശരി. 2, ഇവിടെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതിയിലേക്ക് കേസുമായി പോയ ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ കക്ഷി CPIM ആണ് എന്നുള്ള കാര്യം കോൺഗ്രസും മറന്നു പോകരുത്. ന്യായീകരിക്കാനായി പല ആളുകളും അന്ന് ഉണ്ടായിരുന്നുവെങ്കിലും CPIM മാത്രമാണ് ആ ഒരു കേസുമായി മുന്നോട്ട് പോയത്. ജസ്റ്റിസ് ഭൂഷൺ ആ വിധിന്യായത്തിൽ എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ മുന്നിലേക്ക് വന്നൊരു പെറ്റീഷണർ ആ രാഷ്ട്രീയ പാർട്ടി 1 രൂപ പോലും അങ്ങനെ ഇലക്ട്രൽ ബോണ്ടായി കൈപ്പറ്റിയിട്ടില്ല എന്നുള്ളത്. തീരുന്നില്ല. ബിൽക്കിസ് ബാനുവിനെ മറന്നു പോകരുത് ഈ ചർച്ചയെല്ലാം നടത്തുമ്പോഴേക്കും. കൊലപാതകത്തെക്കാൾ, ആൾക്കൂട്ട കൊലപാതകത്തെക്കാൾ ഏറ്റവും ക്രൂരവും നിന്ദ്യവും പൈശാചികവുമായിട്ടുള്ളത് കൂട്ടബലാത്സംഗമാണ്. ലോകത്തിലെ ഏത് രാഷ്ട്രത്തിലായിരുന്നാലും അതിന് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ എന്തെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം. ബിൽക്കിസ് ബാനു 14 കൊല്ലക്കാലം നടത്തിയ ഒരു നിയമയുദ്ധമുണ്ട്. സുഭാഷിണി അലി അടക്കമുള്ള CPIMന്റെ നേതാക്കൾ ആ വനിതയ്ക്ക് നൽകിയ ആ സ്ത്രീ പറയുകയാണ്, എൻ്റെ പേര് ഇന്നതാണ്. അത്തരത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ഉറച്ച നിലപാടെടുക്കാൻ ആ വ്യക്തിക്ക്, ആ വനിതയ്ക്ക്, ആ അമ്മയ്ക്ക് അതിനുള്ള കഴിവ് നൽകിയതിലും CPIMന്റെ പങ്കുണ്ട്. CPIMന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് വോട്ട് ബാങ്കുമായി ബന്ധമില്ല എന്നാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. ഞാൻ അവസാനിപ്പിക്കുന്നു. അതിന് മുമ്പ് വാഹിദ്, എൻ്റെ ഒരു 30 സെക്കൻഡുകളാണ്. സോറി, ഇപ്പൊ തന്നെ ഞാൻ കുറെ കടന്നുപോയി. വാഹിദ് 3 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഒന്ന്, എന്തുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ആലോചിക്കേണ്ടത്, വലതു നിരീക്ഷകർ എന്ന പേരിൽ പറഞ്ഞ ആളുടെ വാദങ്ങളുമായിട്ട് ഇവരുടെ വാദങ്ങൾ എത്രത്തോളം വ്യത്യാസപ്പെടുന്നുണ്ട് എന്ന്. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നവരാണ്, ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായി സംസാരിക്കുന്നതിൽ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ രാജ്യത്ത് ജയ് ശ്രീരാം വിളിച്ച് ആക്രമിക്കപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് സവിശേഷമായി ചില പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സവിശേഷമായ കാരണങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന് അംഗീകരിക്കാൻ കോൺഗ്രസിന് സാധിക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിക്ക് അതിന് സാധിക്കുന്നില്ല എന്നാണ് NDAക്ക് പഹലെ 15 ദിൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ലിസ്റ്റ് ചെയ്യുമ്പോൾ മുസ്ലിം പ്രശ്നമില്ലാത്തത് കുഴപ്പമാണോ എന്ന് ഈ സുഹൃത്ത് പറയോ? എങ്ങനെ? ജയ് ശ്രീറാം താങ്കൾക്ക് ഒരു കുഴപ്പമായി തോന്നുന്നു? സർ തൻസേ ജുദാ എന്നൊരു മുദ്രാവാക്യം അതേ സമയത്ത് അവിടെ പ്രശ്നമാണ്. ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ആളുകളെ കൊല്ലുന്നത് പ്രശ്നമാണ്. നിങ്ങൾ ഈ മുസ്ലിം പ്രശ്നത്തെ
മുസ്ലിം പ്രശ്നമായി കൊണ്ട് അഡ്രസ് ചെയ്യാനും നേരിടാനും കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യയിലെ പ്രമുഖ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നത് മുസ്ലിങ്ങളെ വെറും അക്കങ്ങളായി മാത്രം കാണുകയും അവരെ രാഷ്ട്രീയാഭിപ്രായമുള്ള പ്രബലമായ ന്യൂനപക്ഷമായി ആ ന്യൂനപക്ഷത്തിന്റെ അംഗീകാരമാണ് ജനാധിപത്യത്തിന്റെ അംഗീകാരമെന്ന് തിരിച്ചറിയാൻ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് സാധിക്കണം. ഇവിടെ സമ്പത്ത് സൂചിപ്പിച്ച ഒരു കേസ്, ഹാപ്പൂർ ലിഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട കേസ്, അതിൽ APCR പോലെയുള്ള സംഘടനകളാണ്, പൗരാവകാശ പ്രസ്ഥാനങ്ങളാണ് പൊരുതുകയും അനുകൂലമായിട്ട് വിധി വാങ്ങിച്ചെടുക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ള ഇടപെടലുകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഒപ്പം എന്തുകൊണ്ട് ഇത്രയും ഹേറ്റ് ക്രൈംസ് കൂടുമ്പോഴും ഭരണകൂടം നിശബ്ദമാകുന്നു എന്നതും, അല്ലെങ്കിൽ ഭരണകൂടം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശക്തിയായി മാറുന്നത് എങ്ങനെയാണ് എന്ന സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തുടരുകയാണ് ഈ മൂന്നാം ടൈമിൽ.